35 ദിവസം കഴിഞ്ഞ് നമ്മൾ ഗുജറാത്തിനോട് യാത്ര പറയാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ പോകുന്നത് ഞാനും ഡിക്രൂസും കൂടി ഉണ്ടായിരുന്ന ഈ ടെറസാണ്. പെട്ടിയും പൊക്കണായിട്ട് നമ്മൾ പോണത് ബാംഗ്ലൂർ. തള്ളേപ്പുള്ള ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ള് വൈബിങ് തന്നെ. വരാൻ പോണ കാലത്തെ കുറിച്ച് ഇങ്ങനെ സ്വപ്നം കണ്ട് ഇങ്ങനെ കിടക്കാണ് ട്രെയിനിൽ. രാവിലെ എണീറ്റപ്പോൾ തലയിരിഞ്ഞ് കണ്ണും തിരുമ്പിട്ട് പുറത്തേക്ക് നോക്കി. ഏതൊരു കുടുംബം നല്ല ഫുഡ് അടി. ബ്രഷ് പുതിയതായത് കൊണ്ട് രാവിലെ എണീറ്റ് പല്ലേച്ച്. ട്രെയിനിൽ എല്ലാവരും നല്ല മുടിഞ്ഞ തീറ്റ മത്സരം. ക്യാഷ് മൊത്തം റിസർവ് ബാങ്കിലായതുകൊണ്ട് കയ്യിലാകണ്ടായിരുന്ന ഒരു പയ. കയറുമ്പോൾ കരുതിയ ഇരുണ്ട ഫാന്റസി ഉണ്ടായിരുന്നു കയ്യിൽ. കാപ്പിയും പാലുമുള്ള വാങ്ങി. പിന്നെ പരസ്യത്ത് കണ്ട പോലെ ലിക്ക് മുക്ക് നക്ക്. ഇതാണ് വിശാന്ത്. ഓന്റെ അച്ഛനെ കണ്ടപ്പോൾ ഒന്ന് പേടിച്ച്. കൂട്ടനസ് കാട്ടി മണ്ടയ്ക്ക് കിട്ടുമെന്ന് നല്ല പേടിയുണ്ടായിരുന്നു. ഓന് ഇന്നേക്കാൾ ഒരു വയസ്സ് താഴെയും കൊണ്ട് ഞങ്ങൾ കമ്പനിയായി. സെക്കൻഡ് റിച്ച് പ്രൊഡക്റ്റ് ഇറക്കി. പേര് പോലെ ഒളിപ്പിച്ച് തിന്നാൻ നോക്കി. പക്ഷെ ഓൻ കണ്ടുപിടിച്ച്. ട്രെയിനിലെ ആപ്പ് എടുത്തിട്ട് ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്ത്. പക്ഷെ വന്നത് എന്തോ ഒരു ഉപ്മാവാ. അടിയത്തെ ചേച്ചിയുടെ ബിരിയാണിക്ക് നോക്കും. എന്നിട്ട് നമ്മുടെ ഉപ്മാവ് ഇങ്ങനെ വായിലിടും. ആഹാ. വിശപ്പ് പോയപ്പോൾ സ്വല്പം നേരം ഒന്ന് റൊമാൻറ്റിക് ആയി. ഏതൊരു സ്റ്റേഷനെത്തി. ഒന്ന് പുറത്തിറങ്ങിയിട്ട് വേണ്ട ഭാഗങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ടോന്ന് ഒന്ന് തൊട്ട് നോക്കി. ഓനിൻ്റെ ബുക്കിൽ ഞാനൊരു പൂ വരച്ചു കൊടുത്തു. എന്നിട്ട് അത് കളർ ചെയ്യാൻ പറഞ്ഞു. ഓനാണെങ്കിൽ എന്തോ ആ പൂവിനെ മൂടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ മേലെന്ന് എന്തോന്ന് എത്തിയോക്കുണ്ടായിരുന്നു. ഓനോടൊരു ഹായ് പറയാൻ പറഞ്ഞു. ഓൻ തിരക്കിലാണെങ്കിൽ ഓൻ നാണിച്ചൊരു ഹായ് ഒക്കെ പറഞ്ഞു. അപ്പയ്ക്ക് മെയിനാവാൻ ഓള് വന്ന്. ഓള് കണ്ണൊക്കെ പൊട്ടിയിട്ട് കളർ ചെയ്തത്രേ. അവസാനം രണ്ടാളും കൂടി കുത്തിയാറ തുടങ്ങി. ഓൾക്ക് ആ ചിത്രം ഇഷ്ടമായില്ല അത്രേ. എന്നിട്ട് ഓള് വരച്ചൊരു ചിത്രം അത്. ശരിക്കുള്ള കൊടി ഞാനൊന്ന് വരച്ചു കൊടുത്തപ്പോൾ ഇതൊക്കെ ഞമ്മക്കും അറിയാമെന്നുള്ളൊരു ഭാവത്തിൽ ഓള് പിന്നെയും കളർ തുടങ്ങി. എന്തൊക്കെ പറഞ്ഞാലും ഇൻ്റെ ചെക്കൻ അതിലൊരു നീതി പുലർത്തുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ട്രെയിനിൽ പണിയെടുക്കുന്ന ഒരു ചേട്ടനെ പിടിച്ചു. എൻ്റെ ഉണ്ടായിരുന്ന ചിപ്സും കഴിച്ചിട്ട് ഞങ്ങൾ ട്രെയിൻ ബിസിനസിനെ കുറിച്ച് ചർച്ച ചെയ്തു. അങ്ങനെ നമ്മൾ ബാംഗ്ലൂർ എത്തി. ഗായ്സ് ഞങ്ങൾ യശ്വന്ത്പൂരിലെത്തി. ഞങ്ങളുടെ വണ്ടി വരുന്നുണ്ട് കേട്ടോ. ശരി കേട്ടോ.